വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ട്രംപുമായിട്ട് നമ്മൾ ഇന്ത്യ വ്യാപാര കരാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് ഇവിടെയുള്ള നമ്മുടെ ട്രംപ് അനുകൂലികളും ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ ഭയങ്കര ബഹളമാണ്. 2-3 ദിവസമായി. അപ്പോൾ ഇവർക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. നമ്മളത് വളരെ വിശദമായിട്ട് സംസാരിച്ചതാണ്. കാരണം ഈ വ്യാപാര കരാർ ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ കരാർ, ഇത് ഒപ്പിട്ടില്ല, എപ്പോഴാണ് ഒപ്പിടുക, ട്രംപ് ഇങ്ങോട്ട് വരുമോ, നമ്മൾ അങ്ങോട്ട് പോകുമൊന്നുമില്ല. ട്രംപ് ഓരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ല. അപ്പം ട്രംപ് പറയുന്നതിനൊക്കെ നമ്മൾ ബാധിച്ചതാണെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. പോരാത്തതിന് ട്രംപിന്റെ വായ മൂടി കെട്ടാൻ നമുക്കെന്നല്ല ലോകത്ത് ആർക്കും കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹി ഹിംസെൽഫ് ഈസ് എ ജോക്കർ. അതാണ് വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ഇന്ത്യയും താഴ്ന്ന് ട്രംപിന്റെ കൂടെ നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും മാധ്യമങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നരേന്ദ്രമോദി അടികൂടണം എന്നുള്ളതാണ് ഇവിടെയുള്ള ചില ആൾക്കാരുടെ നീക്കം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമാനമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. അതായത് ഇന്ത്യ അടി തുടങ്ങിയപ്പം ഇവർ പറഞ്ഞെന്താണ്, ഇവിടെയുള്ള ഇതേ ആൾക്കാർ, ഇപ്പോഴുള്ള ഈ ട്രംപ് അനുകൂലികൾ പറഞ്ഞത് ഇന്ത്യ അടി നിർത്തണം, യുദ്ധം ഒന്നിനും പരിഹാരമല്ലാന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിൽ എന്തായാലും നമുക്കറിയാലോ. കാരണം പാകിസ്ഥാനെ നമ്മൾ അടിച്ചു ഉരുട്ടുന്ന ആ സമയത്ത് പാകിസ്ഥാൻ അയക്കുന്ന മെസ്സേജുകൾ ഒന്നും തന്നെ ഇന്ത്യയിലേക്ക് വീഴുന്നില്ല. ഒരെണ്ണമെങ്കിലും വീണ് കിട്ടിയില്ലെങ്കിൽ ഇവർ ട്രാക്ക് മാറ്റിയാണ്. ഇവർ തെരുവിൽ ഇറങ്ങിയിട്ട് മോദിക്കെതിരെ സമരം നടത്തിയാണ്. കണ്ട മെസ്സേജ് വീണത്, 2 പേര് മരിച്ചത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതായിരുന്നു അവരുടെ വിഷയം. പാകിസ്ഥാൻ അടികൊള്ളാൻ പാടില്ല. അപ്പൊ സമാനമായിട്ടുള്ള രീതി തന്നെയാണ്. അതുമായിട്ടൊന്ന് തുലനം ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വ്യാപാര കരാറിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അജിത് ഡോവൽ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അമേരിക്കയ്ക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ലിറ്ററലി താക്കീത് തന്നെയാണ്, ഇത് എക്സാജറേഷൻ ഒന്നുമില്ല, താക്കീത് തന്നെയാണ്. മുൻപെങ്കുമില്ലാത്ത രീതിയിലുള്ള കർക്കശമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ ഈ വ്യാപാര കരാറിൽ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയോട് വിരട്ടലും വിലപേശലും വേണ്ട എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുകയാണ് അജിത് ഡോവൽ. എക്സാക്ട്ലി വർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയോട് വിരട്ടണ്ട, വേണമെങ്കിൽ നിന്റെ ഭരണം തീരുന്നത് വരെ കാത്തിരിക്കാൻ ഇന്ത്യക്ക് ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് അജിത് ഡോവൽ സംസാരിച്ചിരിക്കുന്നത്. ട്രംപ് ഏറ്റവും അധികം പകരം തീരുവ ചുമത്തിയ രാജ്യമായിരുന്നു നമ്മുടേത്. അപ്പൊ അജിത് ഡോവൽ ഇതിൽ നേരിട്ടിടപെട്ട് അജിത് ഡോവൽ അമേരിക്കയ്ക്ക് ഒരു താക്കീത് കൊടുക്കുമ്പോൾ ഇവിടെ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ട്രംപിനെ പുകഴ്ത്തുന്നത്, ട്രംപ് പറയുന്നത് വേദവാക്യം, അങ്ങനെ കാണുന്ന ആൾക്കാർ അവർക്ക് കിട്ടിയ ഒരു വലിയ തിരിച്ചടി കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇത് യഥാർത്ഥത്തിൽ, ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? നമ്മളെ കാർഷിക വിപണിയും നമ്മുടെ ഈ ക്ഷീര വിപണിയും അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തു എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദം. ഈ കർഷകരൊക്കെ ഫണ്ടും മേടിച്ച് കുറെ കാലമായിട്ട് ഇവരുടെ മറ്റേ ചെരുപ്പൊക്കെ ഉണ്ടല്ലോ, പുതിയ ലൂണാറൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ ചെളിയൊക്കെ പുരട്ടി ഈ മണ്ടി കർഷകരൊക്കെ ഇരിക്കുകയാണ്. അവർ എപ്പോഴാണ് ഈ ഫണ്ട് വാങ്ങിച്ചതിനുള്ള ഒരു ഉപകാരം കാണിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അപ്പൊ കാണാം ഇങ്ങനെ ഒരു സംഭവം പ്രചരിച്ചു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു കർഷക സമരം നടത്താമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു ടീം ഇളകി വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ജഗപുകയാണ് എന്ന് പറഞ്ഞാൽ. കേന്ദ്ര സർക്കാരിനും സാധാരണ ജനങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു കോലാഹലം നാട്ടിൽ നടത്തണമെന്ന് വിചാരിക്കുന്നവർക്ക് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവര് ഇപ്പോ അജിത് ഡോവലിന്റെ ഈ വാക്കുകൾ അവർക്ക് ഏറ്റവും തിരിച്ചടിയായി മാറണം. അപ്പൊ നമ്മൾ എങ്ങനെ കാണണം ഈ ട്രംപുമായിട്ടുള്ള ഇന്ത്യയുടെ വരാൻ പോകുന്ന കരാറിനെ? അത് ഇതുവരെ വന്നിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല. വരാൻ പോകുന്ന കരാർ എങ്ങനെ കാണണം? ഇനിയിപ്പോ അജിത് ഡോവലിന്റെ ഈ ഒരു പ്രസ്താവനയിലൂടെ ആ കരാർ ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും അജിത് ഡോവലിന്റെ വാക്കുകളേക്കാൾ കൂടുതൽ ആദ്യം പറഞ്ഞു ഇന്ന് വന്നൊരു വലിയ പ്രസ്താവനയുണ്ട്, ഒരു റിപ്പോർട്ടുണ്ട്. നമ്മുടെ അല്ല, നമ്മുടെ ശത്രുവിന്റെയാണ്. ഏതായാലും നമ്മുടെ വാക്കിനേക്കാൾ കൂടുതൽ ആയിരിക്കുമല്ലോ ശത്രു പറയുന്നത് നമ്മൾ വില കൊടുക്കുന്നത്, അതായത് ഈ പറയുന്ന ആളുകളൊക്കെ. ഏതായാലും നമുക്ക് ആ വാക്കുകളിലേക്ക് പോകാം. തെഹ്രികെ ഇൻസാഫിന്റെ ആ പാർട്ടി, പാകിസ്ഥാനിലെ പാർട്ടിയാണ്, ആ പാർട്ടിയുടെ മുൻ മന്ത്രിയായിരുന്ന അഹമ്മദ് അസർ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന പാകിസ്ഥാൻ വലിയ കൊള്ളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമാണ് ഈ ട്രംപിന്റെ ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ ഒപ്പിടുന്നു എന്നുള്ള പ്രസ്താവനയ്ക്കെതിരെ വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന എക്സാക്ട് ഡയലോഗ് ഇതാണ്, ഞാൻ പറഞ്ഞു തരാം. 21ാം നൂറ്റാണ്ടിലെല്ലാം മാറി മറിയുകയാണ്. നമ്മൾ ട്രംപിനെയും അമേരിക്കയും പുകഴ്ത്തുകയും നോബൽ സമ്മാനത്തിന് വരെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഇന്ത്യ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഇന്ത്യ പറയുന്ന കാര്യങ്ങളിലേക്ക് ട്രംപ് എത്തുകയും ചെയ്തു. പാകിസ്ഥാൻ മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇന്ത്യ ഒരു സ്ട്രോങ് രാജ്യമാണ്. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നതാണ് ഇന്നിപ്പോൾ ട്രംപ് വിട്ടുവീഴ്ച ചെയ്യാൻ കാരണം. നമ്മൾ ഇത്രയും അടിമകളെ കണക്ക് നിന്നിട്ട് നമ്മൾ എന്ത് നേടി? നമ്മളെക്കാൾ 1% കുറവാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കിയ വ്യാപാര കരാർ, വരാൻ പോകുന്ന വ്യാപാര കരാർ. അവർക്ക് 19% താരിഫ്. അത് കറക്റ്റാണ് പറയുന്നത് പുള്ളി. 18% ഉള്ള അവർക്ക് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് നമ്മുടെ ശത്രു പറയുന്നതാണ്. ഏതായാലും ശത്രു പറയുന്ന വാക്കുകൾ വിശ്വസിക്കാമല്ലോ. ഏതായാലും ഇനി നമുക്ക് ഈ അജിത് ഡോവലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ കൃത്യമായ ഡേറ്റ് സഹിതമാണ്. ബ്ലൂബർഗ് ആണ് ഈ റിപ്പോർട്ട് ആദ്യം പുറത്തുവിടുന്നത്. ബ്ലൂബർഗ് ഇതിനു മുൻപും 2025 സെപ്റ്റംബർ മാസത്തിലാണ് ഈ മാർക്ക് റൂബിയോയുമായിട്ട് സംസാരം നടന്നിരിക്കുന്നത്. അപ്പോൾ അന്നും
ഈ ബ്ലൂബർഗ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ബ്ലൂബർഗ് മാത്രം ഈ റിപ്പോർട്ട് അന്നും പുറത്തുവിട്ടിട്ടുള്ളൂ. ഇന്ന് ബ്ലൂബർഗ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ എല്ലാവരും അത് എടുക്കാൻ തയ്യാറായി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ശ്രീ അജിത് ഡോവൽ പറഞ്ഞ ഡയലോഗ് മാർക്ക് റൂബിയോട് പറഞ്ഞത് ഈ ട്രംപിന്റെ കാലാവധി കഴിയുന്നവരെ കാത്തിരിക്കാൻ ഇന്ത്യ തയ്യാറാണ്. അതായത് നിങ്ങൾ പറയുന്നിടത്തല്ല ഞങ്ങൾ കരാർ ഒപ്പിടുന്നത്, ഞങ്ങളുടെ നിബന്ധനകൾ അനുസരിച്ച് നിങ്ങൾ കരാർ ഒപ്പിടാൻ കിട്ടാൽ മതി, ഇല്ലെങ്കിൽ ട്രംപ് മാറുന്നവരെ 2029 വരെ ഞങ്ങൾ മാറി നിൽക്കാൻ തയ്യാറാണ്. പിന്നെ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഈ പ്രസ്താവനകൾ ഇത് അനുവദിക്കാൻ കഴിയില്ല, വളരെ മോശം. നവാരോ എന്ന് പറഞ്ഞിട്ട് ഈ ട്രംപിന്റെ ഒരു വലങ്കൈയുണ്ട്, നവാരോ. ഇത് വളരെ മോശമായിട്ട് നരേന്ദ്രമോദി കാവി ഷാളുമൊക്കെ ധരിച്ച് തിലകക്കുറിയൊക്കെ ഇട്ട് നിൽക്കുന്ന ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുത്വത്തെ വരെ അപമാനിച്ച പാർട്ടിയാണ്. അപ്പോഴാണ് അജിത് ഡോവൽ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ആ ഒരു സംസാരം കഴിഞ്ഞപ്പോഴേക്കും നരേന്ദ്രമോദിയുടെ ജന്മദിനം വന്നപ്പോൾ ട്രംപ് ഒരു ആശംസ അറിയിച്ചു. അതിനുശേഷം ഇപ്പോൾ ട്രംപ് വാരി വലിച്ച് നരേന്ദ്രമോദിയുടെയും ഇന്ത്യ ഗേറ്റിന്റെയും ഇന്ത്യ ടുഡേയുടെ കവർ ഫോട്ടോ സഹിതം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുമായിട്ട് ഞങ്ങൾ കരാർ ഒപ്പിട്ടു, റഷ്യയുടെ എണ്ണ നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സാക്ട് ഒരു കാരണമുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ട്രംപ് ഇപ്പോൾ ഇത് പറയേണ്ടി വന്നു എന്ന് വെച്ചാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു അമേരിക്കയിൽ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പാർട്ടി പരാജയപ്പെടുകയാണ് എങ്കിൽ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വരും ട്രംപ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇംപീച്ച്മെന്റ് നേരിട്ട് നാണം കെട്ട് ഈ ഭരണകാലം മുഴുവൻ കഴിയേണ്ടി വരും അദ്ദേഹത്തിന്. അപ്പോൾ ആ കണ്ണിൽ പൊടിയിടുന്നതിനാണ് പെട്ടെന്ന് തന്നെ ഒരു വ്യാപാര കരാർ ഒപ്പിട്ടു. ഇല്ല, വ്യാപാര കരാർ ഒപ്പിടുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇത് ആദ്യമായിട്ടല്ലല്ലോ വ്യാപാര കരാർ ഒപ്പിടുന്നത്. നമ്മൾ ചെറിയ രാജ്യങ്ങൾ ഒപ്പിടുമ്പോഴും നമ്മളുടെ ഈ ചാനലിൽ കൃത്യമായി തന്നെ വാർത്ത കൊടുക്കാറുണ്ട്. ചെറിയ രാജ്യങ്ങളാണെങ്കിൽ പോലും എന്ത് കൊട്ടിഘോഷിച്ച് ആഘോഷമായിട്ടാണ് ആ ചിലി ആയാലും പെറു ആയാലും അർജന്റീന ആയാലും ഒക്കെ ഉള്ള കരാറുകൾ വരുന്നത് തന്നെ. അപ്പൊ ഈ അമേരിക്കനുകൾ വലിയൊരു രാജ്യത്തിന്റെ കരാറ് രഹസ്യമായിട്ട് ഒപ്പുവെക്കാൻ കഴിയുമോ, രഹസ്യമായിട്ട് നടപ്പാക്കാൻ കഴിയുമോ? ഏതായാലും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് കാർഷിക മേഖലയും പാലുൽപാദന മേഖലയിലും ഞങ്ങൾ അത് വിപണി ഓപ്പൺ ചെയ്ത് തരില്ല എന്ന് അസന്നിഗ്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് പറയുന്നത്, ഈ മിനിഞ്ഞാന്ന് പറഞ്ഞത് കാർഷിക മേഖല തുറന്നു തന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ട്രംപിന്റെ ഒരു US സെക്രട്ടറി പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അങ്ങനില്ല, കാർഷിക മേഖല അവർക്ക് തുറന്നു തരാൻ അങ്ങനെ കഴിയില്ല, ചില ഉൽപ്പന്നങ്ങൾക്ക് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് പിന്നെയും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇതൊന്ന് ഇനി എണ്ണ നിർത്തുമോ എന്ന് ചോദിച്ചപ്പോൾ റഷ്യയാണ് കമന്റ് ചെയ്തത്. ഇന്ത്യ ഇതുവരെ ഒരു അക്ഷരം ഈ കരാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, റഷ്യൻ എണ്ണ നിർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ റഷ്യ ഇപ്പോൾ ഒരു കമന്റ് ട്രംപിന് കൊടുത്തിട്ടുണ്ട്. ട്രംപിനോട് പറഞ്ഞത് ഇന്ത്യ സ്ഥിരമായി ഞങ്ങളുടെ എണ്ണ വാങ്ങുന്ന രാജ്യമല്ല, 2021 വരെ അവർ വാങ്ങിയിരുന്നത് 0.21% മാത്രമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അവർ 32% അവർ എത്തിയിരിക്കുന്നത്. ഇന്ത്യ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല അവർ എണ്ണ വാങ്ങുന്നത്, ലോകത്തുനിന്ന് മുഴുവൻ എണ്ണ വാങ്ങും. എന്നിട്ട് പറയുന്നത് ഞങ്ങളെ ഇതുവരെ അവർ അറിയിച്ചിട്ടില്ല എണ്ണ വാങ്ങുന്നത്. പക്ഷെ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാതിരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയും നമ്മുടെ പെട്രോളിയം മന്ത്രി പുരിയും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മളുടെ ജനങ്ങളുടെ മേൽ വലിയ ചാർജുകൾ വെച്ചുകൊണ്ട് എണ്ണ വില കൂട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എവിടെ നിന്നൊക്കെ കുറഞ്ഞു കിട്ടും അവിടെ നിന്ന്. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ വെനിസുല എണ്ണ എടുക്കുമെന്നാണ് പറയുന്നത്. ടെക്നിക്കലി ഞാൻ പറയാം, വെനിസുല എണ്ണ എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് എന്നാണ് ഈ വിദഗ്ധർ പറയുന്നത്. കാരണം റഷ്യയുടെ ഇരട്ടി ദൂരം സഞ്ചരിക്കണം, മിഡിൽ ഈസ്റ്റിന്റെ 5 ഇരട്ടി ദൂരം വെനിസുലയിലേക്ക് സഞ്ചരിക്കണം. അവിടുന്ന് അവരുടെ ക്രൂഡ് നമ്മുടെ രാജ്യത്ത് റിഫൈൻ ചെയ്യുന്ന ഒരു കമ്പനിയെ ഉണ്ടായിരുന്നുള്ളൂ, അത് ONGC ആണ്. അവരുമായിട്ടായിരുന്നു വെനിസുലയ്ക്ക് കരാർ. അവരിപ്പോഴും അവിടുന്ന് വാങ്ങുന്നുണ്ട്, അവർക്ക് വാങ്ങാൻ കഴിയും. ഒന്ന്, അതുകൊണ്ട് തന്നെ റഷ്യൻ എണ്ണ നമുക്ക് വിട്ടുകളയാനേ പറ്റില്ല. ഇപ്പൊ നമ്മൾ 1.1 ദശലക്ഷമാണ് പെർ ഡേ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് റഷ്യൻ എണ്ണ വിടാൻ ഒരിക്കലും ടെക്നിക്കലി കഴിയില്ല ഇന്ത്യക്ക്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അമേരിക്കയും വെനിസുല 1 ദശലക്ഷം ബാരലാണ് ഒരു ദിവസം ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്നത്. ഒപ്പം തന്നെ അമേരിക്ക 2 ദശലക്ഷം, 1 ദശലക്ഷം, അങ്ങനെ 2 കൂട്ടരും കൂടെ ചേർന്നിട്ട് 2 ദശലക്ഷം ബാരലാണ് ഉത്പാദിപ്പിക്കുന്നത്. ഈ 2 ദശലക്ഷം ബാരല് ഇത്രയും പേർക്ക് സപ്ലൈ ചെയ്യാൻ തികയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ഇന്ത്യ വാങ്ങുകയാണെങ്കിലും പേരിന് മാത്രം ONGC കുറച്ച് ക്രൂഡ് ഓയിൽ വാങ്ങും. ഇപ്പോഴത്തെ അവസ്ഥ ട്രംപ് അതിന് തയ്യാറാകും. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പാണ് നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും സ്പീഡിൽ ഈ കരാർ ഒപ്പിടിയിക്കുന്നതാണ്. പക്ഷെ ഇന്ത്യ നോക്കുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ചില നാഷണൽ ചാനലിലും മറ്റും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഇന്ത്യ ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു വെയിറ്റ് ചെയ്യുകയാണ് എന്നൊരു വാർത്തയും വരുന്നുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പ് പുള്ളി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി പുള്ളിയുടെ അഹങ്കാരം അവിടെ തീരും. അപ്പൊ അതിന്റെ റിസൾട്ട് വരുന്നത് വരെ ഇന്ത്യ വെയിറ്റ് ചെയ്യുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരെ. അതിനു മുമ്പാണ് ട്രംപ് സ്വയം പറയുന്നത് വ്യാപാര കരാർ ഒപ്പിട്ടു, അതിട്ടു, ഇതിട്ടു എന്ന് പറയുന്നത്.
നികുതി കുറച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യ വെയിറ്റ് ചെയ്യുന്ന മുഴുവൻ ഈ ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും നോക്കിയിട്ട് മാത്രമായിരിക്കും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഇന്ത്യക്ക് ധൃതിയില്ല എന്ന് മാത്രമാണ് ഇന്ത്യയുടെ ചില മന്ത്രിമാരും നേതാക്കന്മാരും പറഞ്ഞത്. ഞങ്ങൾക്ക് ധൃതിയില്ല എന്നത് മാത്രമാണ് പറയുന്നത്. ഏതായാലും ഇവിടെ 3 കാര്യങ്ങൾ ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നു. ഒന്ന്, നമ്മുടെ ശത്രു രാജ്യത്ത് നിന്നുള്ള അവിടുത്തെ മുൻ മന്ത്രി അഹമ്മദ് അസർ പറയുന്നു, ഇന്ത്യ വരച്ച വരയിൽ കൂടി ട്രംപ് എത്തേണ്ടി വന്നു, നമ്മൾ ഇനി അടിമകളായി നിൽക്കണോ അമേരിക്കയുടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതായത് നമ്മളുടെ ആ ഒരു വ്യാപാര കരാർ നമ്മുടെ രീതിക്ക് വരുത്താൻ ഇന്ത്യയുടെ ഇച്ഛാശക്തി കൊണ്ട് കഴിഞ്ഞു എന്ന് പാകിസ്ഥാന്റെ മന്ത്രിയാണ് പറയുന്നത്. ഇന്ത്യയുടെ മന്ത്രിയല്ല, ഇന്ത്യയിലെ ഒരു നേതാവുമല്ല. രണ്ടാമത്തെ കാര്യം, അജിത് ഡോവലിന്റെ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും അവരത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു. അന്ന് കൂടിക്കാഴ്ച നടത്തിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോഴും അതിന് ക്ലാരിറ്റി വന്നിരിക്കുന്നു. ഈ സംസാരമൊക്കെ നടന്നതിന് ശേഷം ഒരു മഞ്ഞുരുകലിന്റെ ലക്ഷണത്തിൽ മോദി അങ്ങോട്ടല്ല വിളിച്ചത്. ശ്രദ്ധേയമായ കാര്യം, മോദി എന്തുകൊണ്ട് ട്രംപിനെ വിളിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ എല്ലാവരും ഉയർത്തിയിരുന്നു. മോദി വിളിച്ചിട്ടില്ല, ട്രംപാണ് വിളിച്ചത്. ആ കാര്യം ട്രംപ് തന്നെ പറഞ്ഞു. മോദിയും പറഞ്ഞു എന്നെ ഇങ്ങോട്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞത് കൂട്ടത്തിൽ ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നില്ല. റഷ്യ പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ എണ്ണ ഇപ്പൊ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എവിടുന്ന് വേണം വാങ്ങാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ നിന്നല്ലല്ലോ അവർ നേരത്തെ വാങ്ങിയിരുന്നു, ഇപ്പൊ വില കുറച്ചതായതുകൊണ്ട് വാങ്ങുന്നു എന്നുള്ള. ഇനി മറ്റൊന്ന്, ഇനി എങ്ങനെയൊക്കെ നിർത്തിയാലും ഇന്ത്യക്ക് റഷ്യൻ എണ്ണ നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നതിന് അടുത്ത കാരണം, ഈ നയാര കണക്കുള്ള റഷ്യൻ കമ്പനികൾ ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. അവര് റഷ്യയുടെ റോസ്നിഫ്റ്റിന്റെ 49% ഓഹരിയോട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നയാര, റഷ്യൻ കമ്പനിയാണ്. അവർക്ക് കൂട്ടിപ്പോകാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഇന്ത്യ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ പറയുന്നു, ഏപ്രിൽ മാസം, ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഏപ്രിൽ മാസം ഒരു വാർത്ത വരാൻ സാധ്യതയുണ്ട്, നയാരോ പൂട്ടിക്കെട്ടി എന്ന് പറഞ്ഞ്. അതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഏപ്രിൽ 10 മുതൽ ഒരു മാസക്കാലം നയാരോ പ്ലാന്റുകളും പമ്പുകളും 1 മാസക്കാലം അടച്ചിടും. അതിന് കാരണം റഷ്യയിലുള്ള റിഫൈനറികളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ടാണ്. ഈ സമയത്ത് നമ്മുടെ ഓൺലൈനിൽ വരാൻ സാധ്യതകളുള്ള വാർത്തയുടെ തലക്കെട്ട് ഇതായിരിക്കും, നയാരോ റഷ്യൻ കമ്പനി പൂട്ടിക്കെട്ടി, റഷ്യൻ എണ്ണ നിർത്തി പൂർണ്ണമായിട്ട് എന്ന് വരും. അതുകൊണ്ട് അതിൽ വഞ്ചിതരാകരുത്. ഇപ്പോഴേ തന്നെ ഞാൻ പറയാം ഏപ്രിൽ മാസത്തെ കാര്യം. ഏപ്രിൽ 10 മുതൽ മെയ് 10 വരെ 1 മാസക്കാലം നയാര പമ്പുകളിൽ അവരുടെ സപ്ലൈയും മറ്റും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ആ 1 മാസം റോസ്നിഫ്റ്റ് അടക്കം അവരുടെ എണ്ണ സപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ടാണ്. ഇതിപ്പോ പറയുന്നത് ഇത് ഈ മാസം ഫെബ്രുവരിയാണ്, മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തെ കാര്യമാണ്. ആ സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ വരാൻ വളരെ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി പറയുകയാണ്. കാരണം ഇത് വെച്ചിട്ട് വാർത്ത ചെയ്യും, നയാരോ കൂട്ടിക്കെട്ടി ഇല്ലെങ്കിൽ റഷ്യൻ എണ്ണ നിർത്തി എന്ന് പറയും. അതിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഇതാണ് നമുക്ക് ഈ ഒരു വ്യാപാര കരാറിനെ കുറിച്ച് പറയാനുള്ളത്. അതല്ലാതെ മോഡി മുട്ടുമടക്കിയതോ അല്ലെങ്കിൽ ഇവിടുത്തെ കാർഷിക മേഖല ഒന്നും തുറന്നു കൊടുത്തിട്ടില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നതേ ഇല്ല. വ്യാപാര കരാർ ഒപ്പിടുമ്പോൾ അതൊരു ഫുൾ ഫ്ലെഡ്ജിലുള്ള വ്യാപാര കരാറും ആയിരിക്കാൻ സാധ്യതയില്ല. ഏതായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു വലിയ വിഷയം തന്നെയാണ് അമേരിക്കയിൽ നടക്കുന്നത്. അതുവരെ ഇന്ത്യ വെയിറ്റ് ചെയ്യുകയാണെന്നും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് സത്യമാകാൻ സാധ്യതയുണ്ട്. അതോടെ കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ ധൃതി പിടിച്ച് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഇപ്പോൾ 40-ലധികം രാജ്യങ്ങളുമായിട്ട് നമുക്ക് എണ്ണയുടെ കാര്യത്തിൽ ഇതുണ്ട്. അപ്പൊ വെനുസുലയിൽ നിന്ന് വലിയ നഷ്ടം സഹിച്ച് കൊണ്ടുവരാൻ കഴിയില്ല. ഇല്ലെങ്കിൽ വെനുസുല വലിയ രീതിയിൽ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് തരേണ്ടതായിട്ടുണ്ട്. നമുക്ക് പെട്രോൾ, ഇന്ധനം, വണ്ടി ഓടിക്കാൻ മാത്രമല്ല പെട്രോളിയം, ലോഷൻ തുടങ്ങിയ ഈ പ്ലാസ്റ്റിക്, ലോഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിർമ്മാണത്തിന് നമ്മൾ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന അസംസ്കൃത വസ്തു തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ റഷ്യൻ എണ്ണ നിർത്തില്ല എന്ന് ഇതോടുകൂടി തന്നെ വ്യക്തമായി. ടെക്നിക്കലി നിർത്താൻ പറ്റില്ല, ഇനി മറ്റു തരത്തിലും നിർത്താൻ പറ്റില്ല. കാരണം അത് ട്രംപും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ഊർജ്ജ ആവശ്യമാണ് അവർക്ക് ഏറ്റവും വലുത്, അവരുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. അപ്പൊ പിന്നെ അത് നമുക്ക് കടുംപിടുത്തം. ഇനി ട്രംപിന് അമേരിക്കയുടെ എണ്ണ വാങ്ങാൻ അത്ര സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അമേരിക്കയും വെനുസുലയും കൂടെ ചേർന്ന് ഒരു ദിവസം 2 ദശലക്ഷമാണ്. അമേരിക്കയുടെ എണ്ണ വാങ്ങുന്ന രാജ്യം ഇന്ത്യ മാത്രമല്ല, അനവധി രാജ്യങ്ങളുണ്ട്. ഈ വെനുസുലയുടെ ക്രൂഡ് ഓയിൽ ഹൈ സൾഫൈഡ് ക്രൂഡാണ്. അത് സംസ്കരിച്ചെടുക്കുന്നതിന്റെ ചെലവും കൊണ്ടുവരുന്നതിന്റെ ചെലവും നോക്കുമ്പോൾ വലിയ രീതിയിൽ ചെലവ് നമുക്ക് സാമ്പത്തികം കൂടുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർ ഭയങ്കര ഡിസ്കൗണ്ട് നമുക്ക് തരണം. കാരണം ട്രാവലിംഗ് വലിയ രീതിയിൽ വരുന്നുണ്ട്. ഇപ്പൊ റഷ്യയിൽ നിന്ന് കൊണ്ടിരുന്നതിനേക്കാളും ഇരട്ടി ദൂരത്തിൽ കിടക്കുന്ന ഒരു രാജ്യം, മിഡിൽ ഈസ്റ്റിൽ നിന്ന് കൊണ്ടിരുന്നതിനേക്കാളും 5 ഇരട്ടി ദൂരത്തിൽ കിടക്കുന്നത്. അപ്പം ട്രാവലിംഗ് എക്സ്പെൻസ് കൂടുന്നുണ്ട്. ഇനി ഈ ക്രൂഡ്, ഹൈ സൾഫൈഡ് ക്രൂഡ് പ്രോസസ് ചെയ്യുന്നതിനുള്ള ആ ഒരു സാമ്പത്തിക ചെലവ്, ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഈ 106 രൂപയ്ക്ക് പെട്രോൾ, കേരളത്തിലാണ് 106 രൂപ, 100 രൂപയ്ക്ക് പെട്രോൾ ഒരിക്കലും നമുക്ക് കൊടുക്കാൻ കഴിയില്ല, കൂടും. അതിൽ അങ്ങനെ ഒരു ഇത് ഇന്ത്യ ഗവൺമെന്റ് ചെയ്യില്ല എന്നുള്ള കാര്യം തന്നെയാണ് റഷ്യ പറഞ്ഞത്. റഷ്യ വളരെ നിസ്സാരമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ അറിഞ്ഞില്ല, ഇനി അവർക്ക് ഇനി എണ്ണ വാങ്ങണമെങ്കിൽ വാങ്ങിക്കുക, കാരണം ഞങ്ങൾക്ക് അവരുമായിട്ട് എണ്ണ ബിസിനസ് അല്ല ഉള്ളതെന്നാണ് അവരുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. ഞങ്ങൾ അവരുടെ എക്കാലത്തെയും ഉറച്ച പങ്കാളിയാണ്. ഞങ്ങൾക്ക് മറ്റ് ഊർജ്ജ മേഖലയിൽ, അതായത് അവരുടെ ആണവ നിലയങ്ങളല്ലേ ഇവിടെ പ്രവർത്തിക്കുന്നത്, അവരുടെ ആയുധങ്ങളല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്,
കാരണം അവരുടെ ഡീല് മുഴുവൻ ആയുധങ്ങളും ഒപ്പം ഈ എണ്ണയുടെ ബിസിനസ് നമ്മളും അവരും തമ്മിൽ തുടങ്ങുന്നത് 2022 റഷ്യ ഉക്രൈൻ സമയത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഡിസ്കൗണ്ട് കിട്ടി, വാങ്ങി, അത്രയേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ ഈ ട്രംപ് ട്രംപ് ഇപ്പൊ തള്ളുന്നതിന്റെ പ്രധാന കാര്യം ഉപതെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് ഇതിനിടയ്ക്ക് 2 വരികൂടെ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഇന്നലെ ചൈനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ചൈന പറഞ്ഞ് ഇന്ത്യയുമായി കൂടുതൽ വ്യാപാര ബന്ധത്തിൽ ഇപ്പൊ തന്നെ മികച്ച ബന്ധമാണുള്ളത്, കാരണം വ്യാപാര ബന്ധം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ 133 ബില്യൺ ആണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം. അത് ഇനിയും വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഞങ്ങൾ നടത്തുന്നു എന്നുകൂടി പറയുകയുണ്ടായി. ഏതായാലും ഇന്ത്യ ഇതുവരെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇവിടെ കിടന്നാണ് ഈ ട്രംപിന് വേണ്ടി തന്നെ ഈ പറയുന്നതും ഒക്കെ. അതവരുടെ ഒരു എന്താണ് പറയുന്നത്, ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാകാം.